വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദു സംഘടന ഇസ്കോണിന്റെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ധാക്ക, ചിറ്റഗോങ് നഗരങ്ങളിലാണ് ഇസ്ലാമിക ഭീകര സംഘടനകൾ പ്രതിഷേധം നടത്തിയത്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം ഹെഫാസത്ത് ഇ ഇസ്ലാം, ഇന്തിഫാദ ബംഗ്ലാദേശ് തുടങ്ങിയ തീവ്ര സംഘടനകൾ ഇസ്കോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇന്നലെയുമല്ല ബംഗ്ലാദേശിൽ ഈ ഹിന്ദു സംഘടനകൾക്കെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ ജിഹാദി സംഘടനകൾ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ എന്താണ് ഇവരുടെ ആവശ്യം? പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഷെയ്ഖ് ഹസീന സർക്കാർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ഭരണകൂടം വന്നതോടെയാണ് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനരും ബുദ്ധരും അടക്കമുള്ള ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ ക്രൂരമായി വേട്ടയാടുകയാണ് മുസ്ലിം മൗലികവാദികൾ. ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിവരം പുറത്തു വരുന്നത്, ബംഗ്ലാദേശ് സമ്പൂർണമായും മതഭീകരവാദ രാജ്യമായി മാറുന്നു എന്നുള്ളതാണ്. അവിടെ അവർ ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതായത് ഹിന്ദു സംഘടന ഇസ്കോണിന്റെ പ്രവർത്തനം നിരോധിക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ലോകമാസകലം ആസ്ഥാനമുള്ളതും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുമാണ് ഈ ഇസ്കോൺ എന്ന സംഘടന. അതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്, അതോടൊപ്പം സർവീസ് ഓർഗനൈസേഷൻ കൂടിയാണ്. അവരെ നിരോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ മതമൗലികവാദ സംഘടനകളുടെ ആവശ്യം. കാരണം ബംഗ്ലാദേശിലെ ഹിന്ദു വിഭാഗങ്ങൾക്ക്, അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടുന്നെങ്കിൽ അത് ഇസ്കോണിന്റെ ഭാഗത്തു നിന്നാണ്. അതായത് ഒരു കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിടുന്നു ബംഗ്ലാദേശിലെ മതഭീകരർ എന്ന് വ്യക്തമാകുന്നു. ധാക്ക, ചിറ്റഗോങ് നഗരങ്ങളിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഈ ഇസ്കോണിന്റെ നിരോധനം ആവശ്യപ്പെട്ട് ഇപ്പോൾ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം ഹെഫാസത്ത് ഇ ഇസ്ലാം, ഇന്തിഫാദ ബംഗ്ലാദേശ് തുടങ്ങിയ തീവ്ര സംഘടനകളാണ് ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയത്. തീവ്ര ഹിന്ദുത്വ സംഘടന എന്നാണ് ഇസ്കോണിനെ അവർ വിശേഷിപ്പിക്കുകയും ചെയ്തത്. ഈ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇസ്കോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു റിട്ട് ഹർജിക്ക് മറുപടിയായി ഇസ്കോണിനെ മതമൗലികവാദ സംഘടന എന്നാണ് വിശേഷിപ്പിക്കുകയും ചെയ്തത്. അതായത് ഒരു വലിയ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് ഈ 1971 വിമോചന യുദ്ധ കാലഘട്ടം പിന്നിട്ടാൽ ഒരു വലിയ ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് ഗൂഢാലോചന ബംഗ്ലാദേശിൽ തയ്യാറാകുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ശ്രീകാന്താണ് വിവരങ്ങളുമായി